ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 28. യുജ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഇപ്രകാരം എപ്പോഴും ആത്മസംബന്ധമായ യോഗാനുഷ്ഠാനത്തെ ചെയ്യുന്ന പാപരഹിതനായ യോഗി അനായാസേന ബ്രഹ്മസംസ്പർശമാകുന്ന ആത്യന്തിക സുഖത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ വിഷയപ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ നിവർത്തിപ്പിച്ച് ആത്മവശത്തിലാക്കാൻ വേണ്ടിയുള്ള ഉപദേശ ഭാഗങ്ങളാണ് ഈ 6-ാം അധ്യായത്തിലുള്ളത്. അതിൽ തന്നെ മുഖ്യമായ സാധന എന്ന് പറയുമ്പോൾ അത് ജപത്തിലൂടെ ധ്യാനത്തിലെത്തിച്ചേരലാണ്. അങ്ങനെയുള്ള ആ ധ്യാനം ശീലിക്കാനുള്ള ബാഹ്യമായിരിക്കുന്ന ഇരിപ്പിനെക്കുറിച്ചും ദേഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചും അവർ പാലിക്കേണ്ട ആഹാരക്രമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ആത്മാനുസന്ധാനത്തിൽ കഴിയുന്ന ആൾ, ധ്യാനത്തിൽ കഴിയുന്ന ആൾ, അയാൾക്ക് പലപ്പോഴും പല വിഘ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആ വിഘ്നങ്ങളും ഒഴിയേണ്ടതുണ്ട്. ആ വിഘ്നങ്ങളെ യോഗസൂത്രം പറയുന്നതിന് ഇവിടെ പറയുകയാണ്. വ്യാധിത്യാനസംശയ പ്രമാദ ആലസ്യാവിരതി ഭ്രാന്തി ദർശനാലബ്ധ ഭൂമികത്വാൻ അവസ്ഥിതത്വാനി ചിത്തവിക്ഷേപാസ്തേന്തരായ. വ്യാധി, ധ്യാനം, സംശയം, പ്രമാദം, ആലസ്യം, അവിരതി, ഭ്രാന്തി ദർശനം, അലബ്ധഭൂമികത്വം, അനവസ്ഥിതത്വം എന്നിവയാണ് ധ്യാനയോഗത്തിന് വിഘ്നകാരികളായ ചിത്തവിക്ഷേപങ്ങൾ. പതഞ്ജലി മഹർഷിയാണ് ഇത് പറയുന്നത്. ഒന്നാമത് പറയാണ്, ധാതു വൈഷമ്യങ്ങളാലും മറ്റും ശാരീരികമായും മാനസികമായും വരുന്ന രോഗങ്ങളാണ് വ്യാധികൾ. അത് ധ്യാനം ചെയ്യുന്ന ആൾക്ക് വിഘ്നമാകാം. പിന്നെ ധ്യാനം എന്നാൽ മടിയാണ്. അപ്പം സാധനാനുഷ്ഠാനങ്ങളിൽ മടി വരിക, അതും ഒരു വിഘ്നമാണ്. പിന്നെ ഗുരുശാസ്ത്രങ്ങളിലും സാധനാ സംബന്ധമായുള്ള വിഷയങ്ങളിലുമെല്ലാം സംശയം ഉണ്ടാക്കുക, ഗുരുവിൽ സംശയം ഉണ്ടാക്കുക, ശാസ്ത്രത്തിൽ സംശയം വരിക, ഇത് വിക്ഷേപമാണ്. പിന്നെ അപ്പോഴപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ നീട്ടിക്കൊണ്ടുപോവുക, നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. ഭക്ഷണം കഴിക്കേണ്ട കാര്യം നാളെ മാറ്റിവെക്കാൻ പറ്റില്ല നമുക്ക്, പക്ഷെ ജപം അത് നാളെയും ആവാലോ എന്ന് പറയും. അങ്ങനെ പിന്നെ നീട്ടിവെച്ച് പിന്നെ അത് കുറേ ഇടവിടും. അപ്പം അതുകൊണ്ട് കാര്യമില്ലാതാവും. സാധനാ വിഷയങ്ങളെ മുഴുവൻ നീട്ടിവെക്കുക എന്നുള്ളത് ഈ പ്രമാദമുള്ളവർ ചെയ്യും. എന്ത് സാധനയായാലും. അലസതയാണ് ആലസ്യം. ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങൾക്കും ഒക്കെ ഒരു തരം ഭാരക്കൂടുതലും ഒരു ഉന്മേഷമില്ലായ്മയും, അങ്ങനെ സാധനാനിഷ്ഠയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ ഇരിക്കൽ, അതൊക്കെ ആലസ്യം കൊണ്ടുണ്ടാവും. പിന്നെ പറയാണ്, സാധനകളിൽ നിന്നൊക്കെ ധ്യാനയോഗം ചെയ്യുമ്പോൾ, സാധനങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ പ്രാഥമിക സാധനങ്ങളൊക്കെ, അത് ക്ഷേത്രത്തിൽ പോകുന്നത് തൊട്ട് ജപകീർത്തനങ്ങൾ വരെ ആവട്ടെ, അതൊക്കെ ധ്യാനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സാധനങ്ങളാണല്ലോ. അതൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്ന വിധത്തിൽ, ഇന്ന് പോണ്ട നാളെ ആവാം എന്ന വിധത്തിൽ വിവിധ വിഷയങ്ങളിൽ ആകർഷിച്ചു പോവുക.
ഇന്ന് മറ്റു കാര്യം ചെയ്യട്ടെ, ഇന്ന് കല്യാണത്തിന് പോവാം, അല്ലെങ്കിൽ അന്ന് വീട്ടിൽ കൂടലിന് പോവാം, നാളെയും പോവാലോ, അല്ലെങ്കിൽ നാളെയും കീർത്തനത്തിൽ പങ്കെടുക്കാലോ, ഭജനയിൽ പങ്കെടുക്കാലോ, സന്ധ്യാനാമം നാളെ ആക്കാലോ എന്നൊക്കെ പറഞ്ഞുള്ള ഒഴുകഴിവുകൾ, അതിനാണ് അവിരതി എന്ന് പറയുക. പിന്നെ ഭ്രമമാണ്. ഭ്രമം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് തന്നെയാണ് ഭ്രാന്തി ദർശനം, ഭ്രമിച്ച അവസ്ഥ. ഒന്നിനെയും ശരിക്കും അറിയാതിരിക്കുക, വിപരീതമായിട്ട് മനസ്സിലാക്കുക, ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുന്നതിനൊക്കെ തിരിച്ച് മനസ്സിലാക്കുക. ഗുണത്തിനാവും പറയുന്നത്, പക്ഷെ അത് ദോഷത്തിനാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഭ്രാന്തി. പിന്നെ ചിത്തത്തിൻ്റെ ഏകാഗ്രത നേടാനാവാതിരിക്കുക എന്നുള്ളതാണ് അലബ്ധഭൂമികത്വം. ജപിക്കാതിരിക്കുമ്പോൾ ഏകാഗ്രത കിട്ടണില്ലല്ലോ എന്ന് തോന്നും. അത് കിട്ടണില്ലല്ലോ എന്ന് തോന്നുമ്പോൾ കൂടുതൽ കിട്ടാതാവും. അങ്ങനെ ഉള്ള ഭാവം. പിന്നെ വരുന്നത് സ്ഥൈര്യമില്ലാതിരിക്കുക. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരത. ഇന്ന് ചെയ്തു, പിന്നെ നാളല്ല മറ്റന്നാൾ, പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട്, അങ്ങനെ ഒരു സ്ഥിരത സാധനാമാർഗത്തിൽ ഇല്ലാതിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ചിത്തസമാധാനം എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട് നേടിയെടുക്കേണ്ടതായതുകൊണ്ട് അതിന് നിരന്തരമായ അനുഷ്ഠാനം തന്നെ വേണം. ഈ വിഘ്നങ്ങളെയൊക്കെ വിട്ടുനിന്ന് വീക്ഷിച്ചുകൊണ്ട് ഇതെന്നെ തടസ്സം ചെയ്യുന്നവയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയൊക്കെ നിഷ്പ്രയാസം നമുക്ക് ജയിക്കാനും സാധിക്കും. അങ്ങനെ ഈ യോഗ വിഘ്നങ്ങളെ സാധനാമാർഗത്തിൽ പരിശ്രമിക്കുമ്പോഴും ഇങ്ങനെയുള്ള വിഘ്നങ്ങൾ നമ്മളെ പിന്തിരിപ്പിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെന്താ വഴി? നിരന്തരമായ പരിശ്രമം കൊണ്ട് ഇത് ഇല്ലാതാക്കണം. വിട്ടുനിന്ന് വീക്ഷിക്കുന്നതോടുകൂടി ഈ യോഗത്തിൻ്റെ ആ ധ്യാന യോഗത്തിൽ ഉറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇനി വേറൊന്ന് വരുന്നത്, ഈ ധ്യാനയോഗമൊക്കെ ചെയ്യുന്ന ആളും അതുവരെ ക്ഷേത്രം മുതലായവയിൽ വഴിപാടുകളും പ്രാർത്ഥനകളും കാര്യസാധ്യമൊക്കെ നടത്തിയ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇതും ചെയ്യുമ്പോഴും എന്തുണ്ടാവും? താൽക്കാലികമായ കാര്യലാഭത്തിനായിക്കൊണ്ട് താൽക്കാലികമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തി അത് ചെയ്തു എന്ന് വരാം. അപ്പം ചില കഴിവുകളൊക്കെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ചില ഭൗതികങ്ങളായ മറ്റ് ആവശ്യങ്ങൾ സാധിക്കുന്നത്, പണം ഉണ്ടാവട്ടെ എന്നോ, അല്ലെങ്കിൽ സ്വത്ത് ഉണ്ടാവട്ടെ എന്നോ, അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാവട്ടെ എന്നോ, അങ്ങനെയുള്ള ഭൗതികങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ദുരുപയോഗപ്പെടുത്തി എന്ന് വരാം. അങ്ങനെ ആയാൽ ആ ആത്മസംസ്ഥിതമായിരിക്കുന്ന സ്ഥിതി വരില്ല. ആത്മസംസ്ഥിതമായിരിക്കുന്നതിന് വേണ്ടി മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ ധ്യാനത്തിൽ ഉറയ്ക്കാൻ കഴിഞ്ഞാൽ, രാജാവിനെ ജയിച്ചാൽ പിന്നെ മന്ത്രിയെ ജയിക്കേണ്ടതില്ല. ഇതുപോലെ സാധനകളിൽ ഏറ്റവും പരമമായ ആ ധ്യാന യോഗാനുഷ്ഠാനത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രയത്നത്തിലേക്ക് കാരണമായാൽ, ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ ഒന്നും നേടേണ്ടതില്ല. തനിക്ക് കരതലാമലകം പോലെ എന്ത് ജീവിതത്തിൽ ആവശ്യമാണോ അതെല്ലാം വന്നുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. പരിമിതമായിട്ട് ഇന്നത് വേണം എന്ന് പറയേണ്ട ആവശ്യം വരില്ല. എന്താണോ ആവശ്യം അതെത്തും. അതുകൊണ്ട് പറയാണ്, ആത്മാനുസന്ധാന പ്രകാരത്തിലൂടെ അയാൾ വിഗതകൽമഷനാകുന്നു. അയാൾക്ക് ഒരു പാപവും അയാളിൽ പറ്റുന്നില്ല, ഒരു പാപവാസനകളും അയാളിൽ ഉണ്ടാവണില്ല. പാപവാസനകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദുഷിപ്പിക്കൽ, മറ്റുള്ളവർ നശിച്ചു പോട്ടെ വിചാരിക്കൽ, മറ്റുള്ളവരിലുള്ള അസൂയകൾ, ഇതൊന്നും ഉണ്ടാവില്ല. കാമക്രോധാദി വൃത്തികൾ സമൂലം നീങ്ങി അസൂയ തുടങ്ങിയ ദോഷങ്ങൾ അകന്ന് നിഷ്പാപനായിത്തീരുന്നു. അങ്ങനെ ആത്മബോധം ഉദിക്കാൻ വേണ്ടി പാപവാസനകളെല്ലാം ഒടുങ്ങേണ്ടതുണ്ട്. അല്ലാതെ എത്രമാത്രം പുസ്തകം പഠിച്ചിട്ടും പ്രയോജനമില്ല. അവിടെ പറയാണ്, ജ്ഞാനമുൽപദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണ. മഹാഭാരതം ശാന്തി പർവ്വത്തിൽ പറഞ്ഞത് ഇവിടെ എടുത്തു പറയുകയാണ്. ഈ ബ്രഹ്മാത്മബോധ സാക്ഷാത്കാരം തന്നെയാണ് ഉത്തമമായ സുഖത്തിന് കാരണം. അപ്പം ധ്യാനത്തിലൂടെ അന്വേഷണം ചെയ്ത് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് മാത്രം പ്രയത്നിക്കുന്ന ഒരാൾക്ക് ആ സുഖത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊരു സുഖവുമില്ല. ലൗകികമായ ഏത് സുഖത്തിനും പരിമിതിയുണ്ട്, അറ്റുണ്ട്.
ബ്രഹ്മാത്മബോധ സാക്ഷാത്കാര സമ്പന്നനായ ഒരാൾക്ക് സുഖത്തിന് പരിമിതികളില്ല, അറ്റമില്ല. സകല സുഖഭോഗങ്ങളും സ്വായത്തമായ ഒരു യുവാവും ശ്രേഷ്ഠനും നല്ല അധ്യയന സമ്പന്നനുമായ ഒരു ചക്രവർത്തിയുടെ സുഖം ഒരു മനുഷ്യാനന്ദമാണെന്നും അതിന് 100 ഇരട്ടി സുഖങ്ങളെ മറ്റ് ദേവന്മാർ അനുഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞ് പിന്നെ അതിലും വലുതാണ് ബ്രഹ്മാവിൻ്റെ സുഖം എന്നൊക്കെ പറയുന്നുണ്ട് തൈത്തിരീയ ശ്രുതി. അതിനും ഉപരി പരിമിതപ്പെടുത്താനാവാത്ത, താരതമ്യം ചെയ്യാൻ കഴിയാത്ത ആ സുഖമാണ് ധ്യാനത്തിലൂടെ നേടാൻ കഴിയുന്ന ബ്രഹ്മാനന്ദത്തിൻ്റെ നിരതിശയത്വം എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ നിരതിശയത്തെ ഇപ്രകാരം ധ്യാനയോഗം കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതിന് എന്ത് വേണം? അതിന് ദ്വൈതാനുഭൂതിയില്ലാതെ, ദ്വൈതാനുഭൂതി എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിലുള്ള ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിലുള്ള സന്നികർഷങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖത്തെ അതിനെ അറിയുന്ന ആൾക്ക്, അതിനെ അറിഞ്ഞിരുന്ന ആൾക്ക്, അങ്ങനെയുള്ള സാധാരണക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ഈ അനുഭവിച്ച ലോകസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എത്രയോ ഉപരിയാണ് ഈ ബ്രഹ്മസംസ്പർശം വഴി നേടുന്ന നിരതിശയാനന്ദം എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അനുഭവിക്കാം എന്ന് ആചാര്യൻ ശങ്കയ്ക്കിട നൽകാതെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞാലേ ഈ ബ്രഹ്മാനുഭൂതിയെക്കുറിച്ച് അയാൾക്ക് ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാവും, അയാൾ പ്രയത്നിക്കുകയുള്ളൂ. മറ്റെല്ലാ സുഖങ്ങളും ദുഃഖസമ്മിശ്രമായതാണ്. ഇത് ദുഃഖശേഷമില്ലാത്ത ആനന്ദമാണത്, അത് അനുഭവിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്.